എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിത്യയോഗത്തെക്കുറിച്ച്, അവയുടെ പേരുകളെക്കുറിച്ച്, എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച്, ശേഷം യോഗി അവയോഗി എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ചും പഠിച്ചു. അവിടെ വിട്ടുപോയത് ഓരോ നിത്യയോഗത്തിനും ദേവത ആരാണ് എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അത് പറയാൻ വിട്ടുപോയിരുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾക്ക് അതിനെപ്പറ്റി പറയാം. നിത്യയോഗത്തിൽ ഒന്നാമത്തെ നിത്യയോഗമായിട്ടുള്ള വിഷ്കമ്പത്തിൻ്റെ ദേവത യമൻ ആണ്. പ്രീതി നിത്യയോഗത്തിൻ്റെ ദേവത വിഷ്ണു ആണ്. ആയുഷ്മാൻ നിത്യയോഗത്തിൻ്റെ ദേവത ചന്ദ്രൻ ആണ്. സൗഭാഗ്യ നിത്യയോഗത്തിൻ്റെ ദേവത ബ്രഹ്മാവ് ആണ്. ശോഭനം നിത്യയോഗത്തിൻ്റെ ദേവത ബൃഹസ്പതി. അധികണ്ഠം ചന്ദ്രൻ. സുകർമ്മ ഇന്ദ്രൻ. ധൃതി ജലദേവതകൾ. ശൂലം നാഗം. ഖണ്ഡ നിത്യയോഗത്തിൻ്റേത് അഗ്നി. വൃദ്ധി നിത്യയോഗത്തിൻ്റേത് സൂര്യൻ. ധ്രുവ നിത്യയോഗത്തിൻ്റേത് ഭൂമി. വ്യാഖ്യാത നിത്യയോഗത്തിൻ്റേത് വായു. ഹർഷണ നിത്യയോഗത്തിൻ്റേത് ഭഗൻ. വജ്രനാമ നിത്യയോഗത്തിൻ്റേത് വരുണൻ. സിദ്ധി നിത്യയോഗത്തിൻ്റേത് ഗണേശൻ. വ്യാധിപാത നിത്യയോഗത്തിൻ്റേത് രുദ്രൻ. വരിയാൻ നിത്യയോഗത്തിൻ്റേത് കുബേരൻ. പരിഗ നിത്യയോഗത്തിൻ്റേത് വിശ്വകർമ്മ അല്ലെങ്കിൽ ത്വാഷ്ടാവ്. ശിവനാമ നിത്യയോഗത്തിൻ്റേത് മിത്രൻ. സിദ്ധനാമ നിത്യയോഗത്തിൻ്റേത് കാർത്തികേയൻ. സാധ്യനാമ നിത്യയോഗത്തിൻ്റേത് സാവിത്രി. ശുഭനാമ നിത്യയോഗത്തിൻ്റേത് ലക്ഷ്മി. ശുഭ്ര നിത്യയോഗത്തിൻ്റേത് പാർവതി. ബ്രാഹ്മ നിത്യയോഗത്തിൻ്റേത് അശ്വിനി കുമാരന്മാർ. മഹേന്ദ്ര നിത്യയോഗത്തിൻ്റേത് പിതൃക്കൾ. വൈദ്യുതി നിത്യയോഗത്തിൻ്റേത് ദിതി. ഇങ്ങനെയാണ് നിത്യയോഗങ്ങളുടെ ദേവതകളെ സങ്കല്പിച്ചിരിക്കുന്നത്. ഇതിൽ ചില നിത്യയോഗങ്ങൾ അശുഭങ്ങളായിട്ട് പരിഗണിക്കാറുണ്ട്. അവയെക്കുറിച്ച് പറയാം. വിഷ്കംഭം, അധികണ്ഠം, ശൂലം, ഖണ്ഡം, വ്യാഖ്യാതം, വജ്രം, വ്യാധിപാതം, പരിഘ, വൈദ്യുതി എന്നീ നിത്യയോഗങ്ങൾ പൊതുവെ അശുഭങ്ങളായിട്ടാണ് പറയാറ്. അതായത് മുഹൂർത്ത വിഷയങ്ങളിൽ നമ്മൾ അത്ര ഗുണപരമായിട്ട് എടുക്കാറില്ല. അതിൽ ഏറ്റവും വർജ്യമായിട്ട് പറയുന്നത് വ്യാധിപാതവും വൈദ്യുതിയുമാണ്. ഇങ്ങനെയാണ് നിത്യയോഗത്തിൻ്റെ ദേവതകളും ശുഭാശുഭത്വവും. ചെറിയൊരു വീഡിയോയാണ്. ദേവതകളെ മനസ്സിലാക്കിയിരുന്നാൽ നമ്മൾ ഫലഭാഗം പറയുമ്പോൾ ഉപകാരപ്പെടാം. അതുകൊണ്ടാണ് ഇതിനായിക്കൊണ്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് നക്ഷത്രങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് പഠിക്കാം.